Hey everyone, welcome back to our YouTube channel. അപ്പോൾ ലേറ്റ്ലി നമ്മൾ കുറച്ച് കുക്കിംഗ് വീഡിയോസാണ് അധികം ഇടാറ്. സോ ഐ തോട്ട് വൈ നോട്ട് ഒരു കുട്ടി ഡെയിലി വ്ളോഗ് ചെയ്താലോ എന്ന്. അപ്പോൾ നമ്മളിന്ന് മിയക്കുട്ടീനെയും കൂട്ടിയിട്ടാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ട്രാവലിങ്. എപ്പോഴും പുറത്ത് പോയാലും അവൾ ഭയങ്കര കാമാണ്, പേഷ്യൻ്റായിട്ട് എല്ലാം ഒബ്സർവ് ചെയ്യും, ആൾക്കാരെയും സ്ഥലങ്ങളൊക്കെ. ഇടയ്ക്ക് ആലോചിക്കും ഇവരുടെയൊക്കെ മനസ്സിൽ എന്തായിരിക്കും അല്ലേ പുറത്ത് പോകുമ്പോൾ എന്തായിരിക്കും ഇവർ ആലോചിക്കണമെന്ന്. അവൾ ഭയങ്കര എക്സൈറ്റഡാണ് ഇന്നത്തെ ദിവസത്തിന് വേണ്ടി. ആൻഡ് നമ്മളോടൊപ്പം അവർക്കൊരു വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ് ടൈമേ ഉള്ളൂ. ആൻഡ് whenever possible, let's take them out and let them experience things and let them see the world with us. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്ന വെസ്റ്റ് സൈഡിലോട്ടാണ്. ഞാൻ വെസ്റ്റ് സൈഡിൽ എപ്പോൾ പോയാലും എനിക്ക് നല്ല സാധനങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. കാരണം ഇവരുടെ സൈസിങ് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ആൻഡ് ഇവരുടെ എക്സ്ട്രാ സ്മോൾ എനിക്ക് ഭയങ്കര വലുതും മീഡിയം ഒക്കെ ചിലപ്പോൾ കറക്റ്റ് ആവാറുണ്ടോ, എനിക്കറിയില്ല അതെന്താന്ന്. ആൻഡ് അതുകൊണ്ട് ഞാനിങ്ങനെ അവിടെ വലുതായിട്ട് പ്രിഫർ ചെയ്യാറില്ല ഷോപ്പ് ചെയ്യുന്നത്. വളരെ റെയർലിയാണ് നല്ല ഓപ്ഷൻസ് കിട്ടാറ്. ഈവൻ ഞാനൊരു ജീൻസ് മേടിച്ചത് പോലും എനിക്ക് ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ കൂടുതലും H&M പോലുള്ള ബ്രാൻഡ്സാണ് പ്രിഫർ ചെയ്യുന്നത്, ബിക്കോസ് അത് ഭയങ്കര പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ്. സോ ഈവൻ തോ അത് എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും ഐ വോണ്ട് ടു ഇൻവെസ്റ്റ് സംതിങ് ദാറ്റ് ഐ ആക്ച്വലി വെയർ റാദർ ദാൻ മേടിച്ച് ഇടാതിരിക്കുന്നതിലും നല്ലത് അതാണ്. അപ്പോൾ അമ്മയ്ക്ക് നമ്മളൊരു ലൈക്ക് കുർത്ത മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ചു. ഈ റെഡ് കളറാണ് അമ്മയ്ക്ക് മേടിച്ചത്. അത് അത്യാവശ്യം നല്ല ടോപ്പായിരുന്നു. ഒരു ലൈക്ക് 1300 വന്നിട്ടുള്ളൊരു കുർത്തയായിരുന്നു. നല്ല ഷെയ്ഡായിരുന്നു, നല്ല ഒരു ചിക്കൻ കറി കുർത്തയായിരുന്നു. അത് അമ്മയ്ക്ക് വേണ്ടി മേടിച്ചു അവിടുന്ന്. അത് മാത്രമേ അവിടുന്ന് മേടിച്ചുള്ളൂ. ബാക്കി ഒന്നും നമുക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കുറേ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നേ പോലും നമുക്കൊന്നും ട്രയൽ ചെയ്തിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ഓൾസോ അവർക്ക് ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓഫേഴ്സ് നടക്കുക, കുറച്ച് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ട്രയൽ ചെയ്ത കുറേ ഒന്നും ഫിറ്റിങ്സ് കറക്റ്റ് ആവാഞ്ഞതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് യൂസ്തയിലോട്ടാണ്. എനിക്ക് യൂസ്തയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ സോക്സ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂസ്തയിലെ സോക്സ്. അപ്പോൾ ഞാൻ കൊച്ചിയിൽ പോകുമ്പോൾ ഞാനും എൻ്റെ റൂംമേറ്റ്സും കുറേ സോക്സ് മേടിച്ചു കിട്ടും. അപ്പോൾ അതിൽ ഒരു ഷോപ്പ് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ യൂസ്തയാണ്. അവരുടെ സോക്സ് ലൈക്ക് 79 റുപ്പീസേ ഉള്ളൂ, പക്ഷേ കുറേ നല്ല പ്രിൻസ് ഉള്ള സോക്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇത് രണ്ടും ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു, ആ സ്കേർട്ടും ആ വൈറ്റ് ഡ്രസ്സും. പക്ഷേ ആ വൈറ്റ് ഡ്രസ്സ് നല്ലതായിരുന്നു, പക്ഷേ അതിൻ്റെ ആ സ്ലീവ് ഒരു ഭംഗിയില്ല. സോ അതുകൊണ്ട് എടുക്കാൻ തോന്നിയില്ല. ആൻഡ് ഓൾസോ ആ സ്കേർട്ട് ലുക്സ് ലൈക്ക് അണ്ടർ സ്കേർട്ട് ഇടുന്ന പോലെ ഇരിപ്പുണ്ടായിരുന്നു, ഒരു രസം ഉണ്ടായില്ല. കളർ നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ അതും മേടിച്ചില്ല. ഒന്നും കിട്ടിയില്ല. സന്തോഷമായില്ലേ? അങ്ങനെ ലാസ്റ്റ് ഓപ്ഷനായിട്ട് ഒരു സ്ഥലത്തും കൂടി പോയി നോക്കാം, ഡ്രസ്സസൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടി പോയി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അവസാന സ്റ്റോപ്പായിട്ട് നമ്മൾ സ്റ്റുഡിയോയിലാണ് എത്തിയത്. ആൻഡ് ലക്കിലി സ്റ്റുഡിയോയിൽ കുറേ ഓഫേഴ്സ് നടക്കുന്നുണ്ടായിരുന്നു. അതായത് 199 ടോപ്പ്, 99 ടോപ്പ്, അങ്ങനെ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. 99 ഒക്കെ നമുക്ക് അത്ര വലിയ ക്വാളിറ്റി ഇല്ല. ചിലതൊക്കെ വീട്ടിലിടാം, ചിലതൊക്കെ പുറത്തിടാം എന്നുള്ളൊരു ഇതായിരുന്നു. ഞാൻ കുറേ ചെരുപ്പ്, ലൈക്ക് മാമിക്ക് കുറേ ചെരുപ്പും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു. ചെരുപ്പൊന്നും വലിയ സുഖമുണ്ടായില്ല. ഡ്രസ്സൊക്കെ നമുക്ക് കുറേ നല്ല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. വീട്ടിലും ഇടാം, പുറത്തും ഇടാം എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും മിറർ സെൽഫീസൊക്കെ എടുത്തു അങ്ങനെ. ആൻഡ് നമുക്ക് കുറച്ച് നല്ല ഓപ്ഷൻസ് സ്റ്റുഡിയോന്ന് കിട്ടിയിട്ടോ. ഞാനൊരു ലൈക്ക് ഒരു പാൻസും ഒരു ട്യൂബ് ടോപ്പും, ഡെനിമിൻ്റെ ഒരു ട്യൂബ് ടോപ്പും എടുത്തു. ജാനിയും കുറച്ച് ഔട്ട്ഫിറ്റ്സ് എടുത്തു. അല്ലു ഓൾസോ കുറച്ച് നല്ല സാധനങ്ങളൊക്കെ എടുത്തു. എന്തായാലും അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഒരു ബഡ്ജറ്റ് ഒരു 4000 ആയുള്ളൂ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട്. അങ്ങനെ നമ്മളൊരു ഇഡ്ലി സ്പോട്ടിലെത്തി. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ കൊടുത്തേക്കാം. ഞാൻ അങ്ങനെ കൊല്ലത്ത് അധികം ഫുൾ എക്സ്പ്ലോർ ചെയ്യാറില്ല, പക്ഷേ ഇവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഫുഡായിരുന്നു, ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. 6 പേര് കഴിച്ചിട്ട് ഒരു 400 അടുപ്പിച്ചേ ആയുള്ളൂ. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നല്ല സാധനമാണ്. ഞാൻ സാധാരണ കൊച്ചിയിൽ നിന്നാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളത്. ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ജാനി ഇത് പൊടി ഇഡലി, ഇത് ഇഡലി സ്പോട്ടാണ്. അപ്പോൾ ഞാൻ പൊടി ഇഡലിയാണ് കഴിച്ചത്. ജാനി ബട്ടർ ഇഡലി അങ്ങനത്തെ ഒരു സാധനവും. അല്ലു പനീർ ഇഡലിയോ അങ്ങനെ എന്തോ ഒരു സാധനം കഴിച്ച ഓർമ്മയില്ല, പക്ഷേ അത് അടിപൊളിയായിരുന്നു. മിയയ്ക്ക് നമ്മൾ വടയും മേടിച്ചു കൊടുത്തു. അടിപൊളിയായിരുന്നു ഫുഡ്. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് മീനെ കൊണ്ട് കൊല്ലം ബീച്ചിലെത്തി. മിയയ്ക്ക് ബീച്ച് കാണിക്കാമെന്ന് പറഞ്ഞു ബീച്ചിലോട്ടെത്തി. എൻ്റെ വീട് കൊല്ലത്താണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര മടിയാണ് ഇവിടെ വന്നാൽ ബീച്ചിൽ ഇറങ്ങാനും അങ്ങനെയൊക്കെ. എനിക്കിഷ്ടമാണ്, ബീച്ച് പേഴ്സണാണ്, പക്ഷേ മടിയാണ്. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം മിയയ്ക്ക് ബീച്ചിൽ കളിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ രാത്രി ആയതുകൊണ്ട് ചിലപ്പം ആൾക്കാർ ഒത്തിരി പേര് വരുന്നതൊക്കെ കൊണ്ട് ഇവൾ ചിലപ്പോൾ അഗ്രസീവ് ആകും, കുരയ്ക്കും. അപ്പോൾ അത് ചിലപ്പം വേറെ ഉള്ള സ്ട്രേ ഡോഗ്സിനെ അട്രാക്റ്റ് ചെയ്ത് നമ്മളെ അറ്റാക്ക് ചെയ്താലെന്നൊക്കെ ഓർത്ത് നമ്മൾ അവളെ മടിയിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. എനിക്ക് കുറേ പേര് അവിടെ പട്ടം പറത്തുന്നുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ കുറേ നേരം അവിടെ നമ്മൾ ഇരുന്നു. അവൾക്കും നല്ല ഇഷ്ടമാണ് ബീച്ചിൽ പോണതൊക്കെ. അപ്പം
നല്ല രസമില്ലേ കാറ്റിൽ അവളുടെ ചെവി പറക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ക്യൂട്ടായിരുന്നു മിയ. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു, ഗെയിംസൊക്കെ കളിച്ചു. നമ്മൾ പണ്ട് കളിക്കാറില്ലേ നെയിം പ്ലേസിങ് ആനിമൽ സ്കൂളിലാണോ, അപ്പോൾ ആ സമയത്തൊക്കെ അത് കളിച്ചു. നമ്മളെല്ലാവരും കൂടി അതൊക്കെ കളിച്ചു. പിന്നെ കുറേ കപ്പലണ്ടി മേടിച്ചു, അതൊക്കെ കഴിച്ചു. ബീച്ചിൽ വന്ന് ഇതൊക്കെ അല്ലേ ചെയ്യാറ്, അതൊക്കെ ചെയ്തു. കുറേ നേരം നടന്നു. ആൻഡ് നമുക്കിനി ലാസ്റ്റ് ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഡെസേർട്ട് കഴിക്കാനാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഫർസി ലബാൻ ട്രൈ ചെയ്യണത്. മെൽ ലബാൻ ആൻഡ് സൈഡ് ലബാൻ ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമിലർ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് സലാകാട്ടിയ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. അത് ന്യൂട്ടല് ആൻഡ് പിസ്താഷ്യോ, അതാണ് നമ്മൾ ആദ്യം മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീസ് ബോംബ് എന്ന് പറഞ്ഞൊരു സാധനം, ഇതിന് 290 ആൻഡ് മറ്റേതിന് 350 സംതിങ് ആണ് വരുന്നത്. രണ്ടും ഭയങ്കര സ്വീറ്റാണ്. പക്ഷേ എനിക്കിത് ഇഷ്ടമാട്ടോ. ഞാൻ ഒരു ബോക്സൊക്കെ മേടിച്ച് അവിടെ റൂമിലിരുന്ന് കഴിക്കാറുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ബോംബ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. സലാകാട്ടി നല്ലതായിരുന്നു, അതെനിക്ക് എപ്പോഴും ഇഷ്ടം. അത് ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, എനിക്കിഷ്ടമാണ്. എനിക്കത് ഷുഗർ ഈ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ക്രേവിങ്സ് വരുമ്പോഴൊക്കെ ഞാൻ ഇത് കഴിക്കും. പക്ഷേ ജാനിയൊന്നും അത്രയ്ക്ക് ഷുഗർ കഴിക്കില്ല, അവിടെ ആരും അങ്ങനെ അത്രയ്ക്ക് ഷുഗർ കഴിക്കില്ല. അപ്പോൾ നമ്മളിതൊക്കെ കഴിച്ചു, കുറേ നേരം അവിടെ നിന്നു. പിന്നെ കുറച്ച് മത്തായി അത് കഴിച്ചപ്പോഴത്തേക്കും. അങ്ങനെ പിന്നെ നമ്മളിത് പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ എന്തായാലും നമ്മൾ എന്തൊക്കെ ഡ്രസ്സാണ് മേടിച്ചെന്ന് പറ്റുവാണെങ്കിൽ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗുഡ് ബൈ പറഞ്ഞ് വീട്ടിൽ പോയി. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു.